ഔ മിൻ സബീലിൻ ഇലാ നസ്രി ബിൻ ഹജ്ജാജ്. ഇങ്ങനെ പാടാം, എന്തോ റൊമാൻറ്റിക് ആണ് നേരത്തെ അവള് പാടുന്നത്. ഒരു കുപ്പി കള്ള് കിട്ടിയെങ്കിൽ കുടിക്കായിരുന്നല്ലോ. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഗൾഫ് നാടുകളിൽ ധാരാളം കാണുന്നുണ്ട്. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ കൂടെ കള്ളുടിച്ച് വീടടക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? പടച്ചോനെ, എന്തായി പോകുന്ന ആലോചിച്ച ബേജാറാണ് അല്ലെ? മുമ്പോട്ട് പോയാൽ ഇനി എന്തായിരിക്കും അവസ്ഥ? ഇൻഷാ അല്ലാഹ് മുസ്ലിം ഉമ്മത്തിൽ ഒരു കള്ളുടിയൻ ഉണ്ടാവരുത്. അതാണ് ഒരാളും അള്ളാഹു തുടരുതെന്ന് പറഞ്ഞ് തൊടാൻ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ പറയണ ഒരു കപ്പ് കള്ളു കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നല്ലോ, അതല്ലെങ്കിൽ നസ്ർ ബിൻ ഹജ്ജാജിന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയാലും കുഴപ്പമില്ലായിരുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ ഞെട്ടിപ്പോയി. മദീനയിലാണ് നടക്കുന്നത്. യാ അല്ലാഹ്, ആരാണ് ഈ നസ്ർ ബിൻ ഹജ്ജാജ്? ഉമർ തങ്ങൾ ഈ പാട്ടും ഇങ്ങനെ പാടി, അതിങ്ങനെ അതിന്റെ ബാക്കിയുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ കേട്ടുന്നിട്ട് നേരെ പോയി സുബ്ഹി നിസ്കാരത്തിന്റെ ഇമാം ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. നിസ്കാരം സുബ്ഹി നിസ്കാരം ചോദിച്ചു, ആരാണ് ഈ നസ്ർ ബിൻ ഹജ്ജാജ്? അപ്പോ അവര് പറഞ്ഞു, നസ്ർ ബിൻ ഹജ്ജാജ് ഇന്നാലിന്നവൻ, അവനിന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ്, നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു, പടച്ചോനെ, മദീനയിലെ പെണ്ണുങ്ങൾ വഞ്ചിക്കപ്പെടാൻ മാത്രം അങ്ങനത്തെ ഒരു സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ താമസിച്ചുകൂടാ. അതാണ് ഉമർ തങ്ങളുടെ തീരുമാനം. പോയിട്ട് മൊട്ടയടിച്ചു വന്നു. നല്ല മൊട്ടയടിക്കാൻ വേണ്ടി പറഞ്ഞു. യാ അല്ലാഹ്, ഫസ്ദാദ ബഹാഅൻ, മൊട്ടയടിച്ചു നോക്കുമ്പോ ഭംഗി പിന്നെയും കൂടി. അതിൽ ഉമർ തങ്ങൾ പറഞ്ഞു, അമ്മിമു, തലക്ക് നല്ലൊരു തലപ്പാവ് വെച്ചു കൊടുക്കുന്നു പറഞ്ഞു. ആ തലപ്പാവങ്ങ് ഭംഗിയിലങ്ങ് കെട്ടി ചുറ്റിയപ്പോ ഫസ്ദാദ ജമാലാൻ, ചുറുക്ക് പിന്നെയും കൂടെ തന്നെയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, നസ്ർ ബിൻ ഹജ്ജാജ്, ഡോണ്ട് ഫീൽ ഒഫൻഡഡ്. നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അള്ളാഹിന്റെ റസൂലിന്റെ മദീനയാണ് ഇത്, മദീനയാണ്. മദീനയിൽ ഒരിക്കലും തന്നെ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ വഞ്ചിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പ്രകാശനം ഉണ്ടാവും. പിന്നെ മദീനയിൽ ഇത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞു, നസ്ർ ബിൻ ഹജ്ജാജിന് ഒരുപാട് പൈസ കൊടുക്കി. എന്തിന്? മദീനയിൽ നിന്ന് പോയി ഷാമിൽ പോയി ജീവിച്ചോട്ടെ, ആൾക്കുള്ള താമസ സൗകര്യം, ജീവിക്കാനുള്ള എല്ലാ വകുപ്പും ഇസ്ലാമിന്റെ ഖജനാവ് നസ്ർ ബിൻ ഹജ്ജാജ് മദീനത്ത് നിൽക്കൽ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഷാമിലേക്ക് പോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഷാമിലേക്ക് പറഞ്ഞയച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എല്ലാ പൈസയും കൊടുത്തിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ യുസാക്കിനന്നനി ഫിൽ മദീനത്തി ശാബ്ബുൻ തുഹ്തകു ബിഹിൽ അവാതികു ഫീ ഖുദൂരിഹിൻ. പെണ്ണുങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ ഇങ്ങനത്തെ ഒരാൾ ജീവിക്കണ്ട. അയാൾ മോശക്കാരനായതുകൊണ്ടല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ വേണ്ട, പോകാൻ വേണ്ടി പറഞ്ഞു. ഉമർ തങ്ങൾ ഈ പെണ്ണിന്റെ കാര്യം എന്താ ഇവള് ഇങ്ങനെ പാടാൻ കാരണം ചോദിച്ചു. പെണ്ണെ, നീ ഒറ്റക്കാണോ? കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണ്. എന്തിപ്പോ പാട്ടൊക്കെ പാടിയത്? ഒന്നുമില്ല, എന്റെ ഭർത്താവ് കുറെ കാലമായിട്ട് കച്ചവടത്തിന് പോയതാ, കാലങ്ങളായിട്ട് തിരിച്ചു വന്നിട്ടില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ പോയി സ്വന്തം മകൾ ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബീവി അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയാണ്. ഹഫ്സ ബീവിയോട് ചോദിച്ചു, മോളോട്, മോളെ, കം തസ്ബിറുൽ മർഅതു അലാ സൗജിഹാ യാ ഹഫ്സ, ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ കല്യാണം കഴിച്ച പെണ്ണ് ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ എത്ര കാലം ക്ഷമിക്കാൻ പറ്റും മോളെ എന്ന ചോദ്യം വെരിഫൈ ചെയ്യണം. പറഞ്ഞു, 4 അശ്ഹുർ, 4 മാസം വരെ കുഴപ്പമില്ല. ഉടനെ ഉമർ തങ്ങൾ ആഹ്വാനം ചെയ്തു, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്യാൻ പോകുന്ന യോദ്ധാക്കളാണെങ്കിൽ പോലും 4 മാസത്തിൽ അപ്പുറം ഒരിക്കലും തങ്ങരുതേ, തിരിച്ചു വരണം.
ഇല്ലാ ബിഇദ്നിഹിന്ന. സ്വന്തം ഭാര്യമാർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 4 മാസത്തിന്റെ ഉള്ളിൽ സൈന്യത്തിൽ ജിഹാദിന് പോയ ആളുകൾ പോലും തിരിച്ചു വരണമെന്ന് ഉമർ തങ്ങൾ നിയമം പാസാക്കി ഈ സംഭവത്തിന് ശേഷം. സുബ്ഹാനല്ലാഹ്. അപ്പോ പെണ്ണുങ്ങൾ പുരുഷന്മാരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നടത്തം അതിഗൗരവം. പുരുഷന്മാർ പോലും പെണ്ണുങ്ങളെ കൊട്ടിട്ട് നടക്കുന്ന പരിപാടി ഇസ്ലാമിൽ പാടില്ലെന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് മാത്രം നിയമം, ആണുങ്ങൾക്കുണ്ടോ? ആണുങ്ങൾക്കുമുണ്ട്. ഉമർ തങ്ങളുടെ സംഭവം ഇതാണ്. അല്ലാഹു തആല അത്യാവശ്യം ശരീരത്തിന് ചുറുക്കോ ഭംഗിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഫിത്നയിലകപ്പെടാവുന്ന രീതിയിൽ നടക്കാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഭയങ്കരമാണ്. മദീനയിലാണ് ഇത് സംഭവിച്ചത്. മാഇലാത്തുൻ മുമീനാത്ത് കാസിയാത്തുൻ ആരിയാത്ത്. വസ്ത്രം ധരിക്കാത്തവർ അല്ലേ? റോഡരികിലൂടെ നടന്നു പോകുന്ന ബസ് യാത്രക്കാരനോ വഴിയാത്രക്കാരനോ നടന്നു പോകുന്നവന് പോലും തൊട്ടടുത്തുള്ള ചുമരുകളിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ. വളരെ മനീവസമായ ചിത്രങ്ങൾ, ആഭാസ ചിത്രങ്ങൾ. സ്വന്തം മക്കളെ കൂടെ എങ്ങനെ ഉമ്മാക്ക് നടന്നു പോകാൻ പറ്റും? അശ്ലീലമായ ചിത്രങ്ങളുടെയും സിനിമയുടെയും പോസ്റ്ററുകൾ. എനിക്കൊരു ഈ സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മിനിമം ഈ ന്യൂഡിറ്റി, തുണിയച്ചിട്ടിരിക്കുന്ന ഈ ഏർപ്പാടുകളൊക്കെ ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് സമൂഹത്തിന്റെ പൊതുവഴികളിൽ മുസ്ലിമോ അമുസ്ലിമോ ആകട്ടെ എല്ലാവരോടുമുള്ള റിക്വസ്റ്റ്, ഇത് ചെയ്യരുത്. സംസ്കാരത്തെ നശിപ്പിക്കലാണ്. പാശ്ചാത്യൻ പടിഞ്ഞാറുകാരൻ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, ഭാര്യയെന്നോ പെങ്ങളെന്നോ വ്യത്യാസമില്ലാതെ തോന്നിവാസം, മൃഗത്തെക്കാളും മൃഗങ്ങൾക്ക് തോന്നിവാസമില്ല, അതുപോലും മൃഗീയത പോലും നാണിച്ചു പോകുന്ന തോന്നിവാസം ലോകത്ത് നടക്കണമെന്ന പാശ്ചാത്യന്റെ ആഗ്രഹം നമ്മുടെ പരിശുദ്ധമായ ദീൻ നിലനിൽക്കുന്ന രാജ്യത്തേക്കോ പ്രദേശങ്ങളിലേക്കോ കൊണ്ടുവരേണ്ടതുണ്ടോ? ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം? ഷാച്ചിനല്ലാതെ മറ്റാർക്കാണ് നേട്ടം? കുറെ പീഡനത്തിന്റെ കഥകൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് തുടങ്ങാൻ. എങ്ങനെ തുടങ്ങാതിരിക്കും? നമ്മുടെ മീഡിയകളുടെ തുറന്നു വിട്ടിട്ടുള്ള ലൈസൻസ്, എന്തും നോക്കാനും എന്തും അറിയാനും എന്തും ബ്രൗസ് ചെയ്യാനും കഴിയുന്ന ചുറ്റുപാടുകൾ, കാണുന്നത് ഹറാമുകൾ. യാ അല്ലാഹ്, ഇതിന്റെ ഇടയിലാണ് ഈമാനിന്റെ ചെറിയൊരു ദീപശിഖയുമായി നമുക്ക് ജീവിക്കേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. റസൂൽ നിന്ന കാലിൽ നിന്ന മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം ജുമുഅക്ക് പള്ളിയിലേക്ക് ഒരാൾ ഇങ്ങനെ അവസാനത്തെ സഫിലേക്ക് വന്നിങ്ങനെ കയറി നിൽക്കുന്നു. ഖുതുബക്ക് ജുമുഅക്ക് വന്നിരിക്കുകയാണ്. മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ചോദ്യം: അയദ്ഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അഥറു സിനാ. വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ കൊണ്ടു നടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കയറി വരികയാണോ? കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ട്, പള്ളിയിലേക്ക് ഇങ്ങനെ വ്യഭിചാരം കൊണ്ട് കടന്നു വരികയാണോ? ഈ മനുഷ്യനങ്ങ് ചോദിച്ചു പോയി, അവഹയുൻ ബഅദ റസൂലില്ലാഹ്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റൗദയിൽ കിടക്കെ, അവിടുന്ന് വഫാത്തായിരിക്കെ ഇനിയും ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ടോ? വഹി വന്നോ? അങ്ങാടിയിലൂടെ ഖുതുബ കേൾക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ നടക്കവേ മദീനയുടെ തെരുവിൽ ഒരു കാറ്റടിച്ചപ്പോ തന്റെ മുമ്പിലൂടെ നടക്കുന്ന പെണ്ണിന്റെ കാലിലെ പാദസരം കാണത്തക്ക രീതിയിൽ വസ്ത്രം കാറ്റിലങ്ങ് പൊങ്ങിയപ്പോൾ ഈ സ്വഹാബിയുടെ കണ്ണ് ആ പെണ്ണിന്റെ കാലിൽ ഒന്ന് തട്ടി എന്ന് പറഞ്ഞ കണ്ടുകൊണ്ട് കണ്ടു. എന്ത് കണ്ടു? കാലിലെ പാദസരം കണ്ടു. അങ്ങനെ ഒരു ജുമുഅക്ക് വരില്ലേ? ഉംറക്ക് പോകുമ്പോഴൊക്കെ ഉണ്ടാവില്ലേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കൂട്ടായിട്ട് നടക്കുന്നില്ലേ റോഡിലൂടെ? ഖുതുബക്ക് കേൾക്കാൻ വരുന്ന നേരത്ത് തന്റെ മുമ്പിലൂടെ നടന്ന റോഡിലൂടെ വരവേ ഏതോ ഒരു പെണ്ണ്, എങ്ങോട്ടോ പോകുന്ന പെണ്ണിന്റെ കാല് കാറ്റിന്റെ ആ കാറ്റ് കൊണ്ട് കാലിലെ പാദസരം കണ്ടതാണ് ഇവിടെ വിഷയം. പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യാനോ തൗബ ചെയ്ത് മടങ്ങാനോ നേരം കിട്ടിയില്ല. ജുമുഅക്ക് വരല്ലേ, നേരം ഓടിപ്പോന്നു. അങ്ങാടിയിൽ നടന്നത് കാണാൻ മാത്രം ജിബ്രീൽ അലൈഹിസ്സലാം ഇനി വഹിയുമായി വരുന്നുണ്ടോ അഷ്റഫുൽ ഖൽഖിന്റെ ശേഷം? ചോദ്യം. ഉസ്മാൻ തങ്ങളുടെ മറുപടി, ലാ, വഹിയൊന്നും വരുന്നില്ല. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്.
മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പേടിക്കണം. അവൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ്. നാടി നടന്നത് മദീനത്തെ മിമ്പറിൽ നിന്ന് കണ്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എന്താണ് പറഞ്ഞത്? കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമോ? യാ അല്ലാഹ്, നമുക്ക് പള്ളിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? പള്ളിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? നമ്മുടെ കണ്ണ് ശുദ്ധിയാക്കാതെ, നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കാതെ, നമ്മുടെ കൂടെയുള്ള ഡിവൈസുകൾ ശുദ്ധിയാക്കാതെ, നമ്മുടെ ബ്രെയിനുകൾ ശുദ്ധിയാക്കാതെ ഈ രീതിയിലാണ് വ്യഭിചാരത്തിന്റെ കെടുതികളെ ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങളായ മഹാന്മാർ കണ്ടിട്ടുള്ളത്. കണ്ണിൽ വ്യഭിചാരമുണ്ടല്ലോ. എന്ത് കണ്ടത്? കാറ്റടിച്ചു പോയപ്പോ പെണ്ണിന്റെ കാലിന്റെ പാദസരം വരെ കണ്ടുപോയ കാഴ്ചക്ക് വ്യഭിചാരം കണ്ണിൽ കൊണ്ടു നടക്കുകയോ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വരികയോ? മിമ്പറിൽ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇവിടെ നിന്ന് ആലോചിക്കും മുഅ്മിനേ, മാഇലാത്തുൻ മുമീലാത്ത്, മാഇലാത്തുൻ മുമീലാത്ത്. സ്ത്രീകൾ ജന്മന അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവരിൽ ആകർഷണീയത അല്ലാഹു നൽകിയതാണ്. അങ്ങനെയാണ്. ഇത് മനുഷ്യന്റെ ഹോർമോൺസിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല. അങ്ങനെ എത്രയെത്ര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലേ? ഒന്നൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിയന്ത്രിക്കണം. കണ്ണുകളെ സൂക്ഷിക്കണം. പെണ്ണുങ്ങൾ അതിന് അവസരമുണ്ടാക്കരുത്. അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഫിത്നയായാൽ, അവരുടെ വേഷവിധാനം അതിന് കാരണമായാൽ ആ കുറ്റം അവൾ ഏറ്റെടുക്കണം. അല്ലേ? ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി തന്റെ വീടിന്റെ പടിയിറങ്ങിയാൽ, റോഡിലൂടെ പോകുന്നവർക്ക് സുഗന്ധം വാസനിക്കാൻ പറ്റുന്ന രീതിയിൽ അവൾ സുഗന്ധം പൂശി അന്യ ആളുകളിലേക്ക് ഇടപഴകുന്ന സ്ഥലങ്ങളിലേക്ക് വന്നാൽ അവരുടെ കൂടെ പിശാചുണ്ടെന്നും അവൾ വ്യഭിചാരിണിയാണെന്നും വ്യഭിചാരം ചെയ്യുന്നവളുടെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പുരയിലായിക്കോ, നിന്റെ കുടുംബത്തിന്റെ കൂടെ ആയിക്കോ, നാട്ടുകാർക്കുള്ളതല്ല. അവസരം ചെയ്തുകൂടാ. ഇത് കണ്ടുകൊണ്ടാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അന്നൊരിക്കൽ പറഞ്ഞത്, ലൗ റഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദത്ന ലമനഅഹുന്നൽ മസാജിദ്. ഏതാനും പെണ്ണുങ്ങൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ചെയ്തിരുന്ന പണി പോലും ജമാഅത്തുകളിലേക്ക് അവർ സംബന്ധിച്ചു എന്ന് പറയുന്ന ഹദീസിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസുമായി കൂട്ടി വായിക്കണം. എന്താ? അള്ളാഹുവിന്റെ ഹബീബ് കണ്ടിരുന്നുവെങ്കിൽ തടയണ്ടാന്നാ പറഞ്ഞത് അല്ലേ? എന്റെ പള്ളിക്കുന്ന നസായത് കൊണ്ടാണോ? അല്ല. നിന്റെ പോകുന്ന യാത്രയിൽ അവിടെ തിന്മകൾക്ക് കാരണക്കാരാകും. നിന്റെ വഴി നടത്തത്തിൽ അവിടെ ഫിത്ന വരുന്നുണ്ട് അല്ലേ? ഇത് എല്ലായിടത്തും ബാധകമാണ്. അള്ളാന്റെ ഹബീബെങ്ങാനും ഇന്ന് പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് കണ്ടിരുന്നുവെങ്കിൽ പള്ളിയിലേക്ക് അടുക്കരുതെന്നവരോട് പറയുമായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. കൊണ്ടല്ല, എന്തേ? പുറത്തു പോകുന്ന പ്രശ്നമാണ് തബറുജ്. അത് എല്ലായിടത്തും പ്രശ്നമാണ്. എല്ലായിടത്തും പ്രശ്നം. വാദം തന്നെ വരികയാണ് അല്ലേ? റൂസിന് വരികയാണ്. അവരതിന്റെ അച്ചടക്കം പാലിച്ചേ വരാവൂ അല്ലേ? ഇൽമ പഠിക്കാൻ ഒരു എക്സെപ്ഷൻ അള്ളാഹുവിന്റെ ദീന് നൽകിയിട്ടുണ്ട്. മതം പഠിക്കാൻ അവരതിന് വരുന്നത് അള്ളാഹു പറഞ്ഞ അച്ചടക്കത്തിൽ. യാ അല്ലാഹ്, ഇതേ പറ്റുള്ളൂ അല്ലേ? എന്നല്ലാതെ നമുക്കൊരു ആശയത്തോടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ അന്ധമായ ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടായത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അന്നത്തെ കാലത്ത് തന്നെ നിരോധിച്ചേനെ. ഇതിപ്പോ എത്ര 1400 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ മുന്നിലൊക്കെ അതൊക്കെ കണ്ടാൽ എന്തായാലും സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ ഒരാൾ പോലും, ഹബീബിന്റെ ഭാര്യമാരിൽ ഒരാൾ പോലും, വലൗ വാഹിദ, ഒരൊറ്റ ഭാര്യ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജുമുഅക്കോ ജമാഅത്തിനോ കൂടിയതിന്റെ തെളിവില്ല. ഹദീസിൽ തെളിവില്ല. അല്ലാഹു റസൂൽ ഓതിയത് കേട്ടല്ലോ, കേൾക്കും, വീടെടുത്താണ്, പള്ളിക്ക് പോയിട്ട് ഒരൊറ്റ ഭാര്യ പോലും പോയിട്ടില്ല. തെളിവില്ല. ചലഞ്ച് ഇല്ല. ഇതൊന്നും അവരോട് ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ നിയമം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം അതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുകയല്ലേ നമ്മുടെ അച്ചടക്ക വേഷവിധാനത്തിന്റെ അച്ചടക്കം അല്ലേ? ആഖിറു സമാനാകുമ്പോ വരുന്ന വലിയൊരു അപകടം അഷ്റഫുൽ ഖൽഖിന്റെ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, ഇന്ന ബൈന യദൈ സാഅതി തസ്ലീമുൽ ഖാസ്സ, ഖിയാമത്ത് നാൾ വരുന്നതിന്റെ മുമ്പ് സലാം സ്വന്തക്കാർക്ക് പറയുന്ന കാലം വരും. എന്റെ പാർട്ടിക്കാരൻ അവരോട് മാത്രം സലാം, മറ്റുള്ളവരോട് പറയില്ല. തസ്ലീമുൽ ഖാസ്സ ഇവരെനിക്ക് അറിയുള്ളൂ. വിദാറ്റുകാരോടുള്ള പ്രയോഗത്തെ കുറിച്ചല്ലത്. അതൊന്നും അല്ല. മുസ്ലിമാ, കണ്ടിട്ടൊക്കെ ഏതോ നാട്ടുകാരൻ മുസ്ലിമാ, പക്ഷെ അവനോട് പറയില്ല. എന്റെ ഭാഷയല്ല സംസാരിക്കുന്നത്, അവൻ എനിക്ക് അറിയില്ലല്ലോ അല്ലേ. സലാം പ്രചരിപ്പിച്ചേക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തസ്ലീമുൽ ഖാസ സ്വന്തക്കാർക്ക് മാത്രമേ പറയൂ, മറ്റവരോട് മുഖം തിരിക്കുന്ന കാലം വരും. വിഷയമതല്ല. കച്ചവടം അങ്ങ് വ്യാപിക്കാൻ തുടങ്ങും. കച്ചവടം അങ്ങ് വ്യാപിക്കും. എങ്ങനെ? ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കാൻ ഇറങ്ങും. കച്ചവടത്തിൽ സഹായിക്കാൻ പെണ്ണ് പുറത്തിറങ്ങുന്ന കാലം വരുന്നു. ഇതൊക്കെ അറേബ്യയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പറഞ്ഞ സംഭവമാണ്. യാ അല്ലാഹ്, അന്നൊന്നും അങ്ങനെയല്ലല്ലോ. പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങി നടക്കാൻ. നിങ്ങൾ ഷോപ്പിംഗിന് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങില്ല. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങി. അത്യാവശ്യം നമുക്ക് പഠിച്ചവനെ അറിയുള്ളൂ. മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് പോയ രംഗം ഖുർആൻ പറയുന്നുണ്ട്. വമാ ഖതുബുകുമാ, മാ ഖതുബുകുമാ അല്ലേ. മൂസ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ചരിത്രം, ആ ചരിത്രം നിങ്ങൾക്കറിയാം. മദീനയിൽ ചെന്നു. അവിടെയാണ് ശുഐബ് അലൈഹിസ്സലാം. ചില ചരിത്ര പണ്ഡിതന്മാർ അവിടെ ഉള്ളത് ശുഐബ് നബി അല്ല, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മഹാനായിരുന്നു, അബ്ദുൽ സാലിഹ്. ഇവരുടെ പേര് ഇറൂൻ എന്നായിരുന്നു. റളിയല്ലാഹു അൻഹു അങ്ങനെ വലിയൊരു മഹാനായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ശുഐബ് അലൈഹിസ്സലാം എന്ന ചരിത്രത്തിൽ ധാരാളം കാണുകയും ചെയ്യും. ബഹുമാനപ്പെട്ടവരുടെ 2 പെൺമക്കൾ അല്ലേ. ആണുങ്ങൾ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന സ്ഥാനത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു ചോദ്യം അല്ലേ, മാ ഖതുബുകുമാ. അറബിയിൽ ഖത്ബ് എന്ന് പറഞ്ഞാൽ എന്താ വർത്താനം എന്നല്ല. എന്തേ ഇപ്പൊ ഈ ഗൗരവമായ ഈ കാഴ്ച എന്തേ ഇവിടെ കാണാൻ? 2 പെണ്ണുങ്ങൾ പുറത്തിറങ്ങി. മാ ഖത്ബുകുമാ. ഖത്ബ് എന്ന് പറഞ്ഞാൽ അംറുൽ അദീം, ഭയങ്കര. ഹൗ സീരിയസ് ഇറ്റ് ഈസ്. നിങ്ങൾ പുറത്തിറങ്ങി ആണുങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് നിൽക്കേ. ഇത് എന്തു കാര്യമാണത്? എന്നേ നിങ്ങൾക്ക് പറ്റിയത്? മഹാനായ മൂസ നബി അലൈഹിസ്സലാം അന്ന് നബിയായിട്ടില്ല. അവര് കൊടുത്ത മറുപടി ഖുർആനിൽ ഒരു പെണ്ണിനെ എപ്പോ പുറത്തിറങ്ങാൻ പറ്റും എന്ന് പറയുന്ന മറുപടിയാണ്. എന്താ പറഞ്ഞത്? ഖാലു ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء വഅബൂനാ ശൈഖുൻ കബീർ. ഈ 2 കാരണങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണിനെ എപ്പോൾ പുറത്തിറങ്ങാം? ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء. പുരുഷന്മാരായ ആട്ടിടയന്മാർ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കാൻ ഈ കിണറ്റിനടുത്തേക്ക് വരില്ല. ഇവരൊക്കെ പോയിട്ടേ ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ആണുങ്ങളുമായി ഇടപഴകുന്നില്ല. 1. 2, ഞങ്ങളുടെ വാപ്പ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. പറഞ്ഞാൽ നിവൃത്തില്ല, വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, ഞങ്ങൾ ഈ ജോലി ചെയ്തേ പറ്റൂ. വാപ്പാക്ക് വയ്യ, ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഇല്ല. അബൂനാ ശൈഖുൻ കബീർ. ഇത് മഈശത്തിന് വേണ്ടി പുറത്തിറങ്ങാനുള്ള സബബുകളിൽപ്പെട്ടതാണ്. വേറെ നിവൃത്തിയില്ലല്ലോ. ആരും കൊണ്ടുപോയി കൊടുക്കുന്നവർക്ക് തിന്നാനുള്ളത്. പക്ഷേ ഞങ്ങൾ ആണുങ്ങളുമായി കൂടിക്കലരൂല. ഞങ്ങളുടെ വാപ്പ വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അബൂനാ ശൈഖുൻ കബീർ. പല മൂസ നബി അലൈഹിസ്സലാം എടുത്തു കൊടുത്തത്, വെള്ളം കുടിപ്പിച്ചു കൊടുത്തു. അവർ പോയി. നാണത്തോടുകൂടെ ഒരു പെണ്ണിങ്ങനെ വന്നു. വളരെ നാണിച്ചു കൊണ്ടുവന്നു. അതൊക്കെ ഇല്ലാതെ പോയ സംഗതിയാണ്. നാണോ ലജ്ജ എന്ന് പറഞ്ഞ സംഗതി ഒന്നും ഇല്ല. ഏറ്റവും വലിയ ആഭരണം പെണ്ണുങ്ങളുടെ 5 പവന്റെ മാലല്ല അല്ലേ. 10 പവന്റെ മാല, കൈ കിടക്കുന്ന കടകവള, ഇതൊന്നുമല്ല പെണ്ണിന്റെ ആഭരണം എന്ന് പറഞ്ഞത്. അവരുടെ ലജ്ജയാണ്, മോഡസ്റ്റി. ഷൈനസ് എന്നല്ല എന്നെ ശരിക്കും പറഞ്ഞു, മോഡസ്റ്റി എന്നാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഒരാഭരണം കിട്ടിയിട്ടും കാര്യമില്ല. സുബ്ഹാനല്ലാഹ്.
അവൻ നാളെ മൂസാ നബി അലൈഹിസ്സലാം എങ്ങനെയാ പോകുന്നത്? അവർ പറഞ്ഞു, എന്റെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മാനം തരാൻ, അജ്റാമാ സഖൈതന, ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചെന്നില്ലേ, അതിന് സമ്മാനം തരാൻ വാപ്പ വിളിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു, നീ പിന്നിൽ നിൽക്ക്, ഞാൻ മുന്നിൽ നടക്കാം, വഴി തെറ്റുമെനിക്ക് നീ പറഞ്ഞെന്നാൽ മതി, ഞാൻ മുമ്പിൽ നടക്കാം. മൂസാ നബി അലൈഹിസ്സലാം എന്തേ? ഒരു പെണ്ണിന്റെ പിന്നിൽ നടക്കരുത്. ഒരു പെണ്ണിന്റെ പിന്നിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ പൈശാചിക ചിന്തകൾ അവിടെ വരും. മൂസാ നബി പറയാണ്, ഞാൻ മുന്നിൽ നടക്കാം, നീ എന്റെ പിന്നിൽ വന്നാൽ മതി, നീ പറഞ്ഞെന്നാൽ മതി വഴി തെറ്റുമ്പോ. അങ്ങനെ ആ പുറയിലേക്ക് പോകും. ഓരോ സ്റ്റെപ്പുകളും അംബിയാഇന്റെ ജീവിതം ഇങ്ങനെ അത്ഭുതമാണ്, പാഠങ്ങളാണ്. അബൂനാ ശൈഖുൻ കബീർ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാണ്, എന്റെ നാളിന്റെ മറ്റൊരടയാളത്തിൽ പറഞ്ഞത് കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കും. ഷോപ്പിംഗ് മാളുകൾ വർദ്ധിക്കുന്ന ഇഷ്ടം പോലെ ഇനിയും വരാൻ പോവാ. ഞങ്ങളൊക്കെ ഒരുപാട് വരും, കാസർഗോഡ് വരും. പിന്നെ എന്താകും? അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നതാണ്. പണ്ടൊക്കെ ഒരു അങ്ങാടി കിട്ടണമെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിൽ എത്തണം അല്ലേ? ഇപ്പോ ഓരോരോ നാൽക്കവലകളും അങ്ങാടികളാണ്. അങ്ങാടികൾ അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം ഒരു പെണ്ണ് സഹായിക്കാൻ തുടങ്ങും. ആരെ? അവരുടെ ഭർത്താവിനെ. കച്ചവടത്തിന് ഏതാനും സെയിൽസ് പേഴ്സൺ നിർത്തണം, അത് സ്വന്തം ഭാര്യനായിക്കോട്ടെ. ഇങ്ങനെ അങ്ങാടികളിൽ മറ്റുള്ളവർ കാണുക, അന്യാളുകൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ പെണ്ണുങ്ങളെ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന അവസ്ഥയും, ഭാര്യ ഭർത്താവിനെ ബിസിനസ്സിൽ സഹായിക്കാൻ പുറത്തിറങ്ങിയപ്പോ എന്തിന്? ഒരു കാരണം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വിഷയം. ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഇവർക്ക് ജോലി ചെയ്യാൻ, മക്കളെ പോറ്റാൻ ഒരു വകുപ്പില്ല. ഇസ്ലാമികമായി അള്ളാഹു അനുവദിക്കുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട്. അവൾ ജോലിക്ക് പോയിക്കോട്ടെ, നിർബന്ധിതാവസ്ഥ. ഇതല്ല. എന്താ പരിയിരുന്നിട്ട് അല്ലെ? അങ്ങാടി പോയിരുന്ന 4 ആളെ കണ്ടൂടെ? ഇങ്ങനെ പെണ്ണുങ്ങൾ ഇറങ്ങുന്ന കാലം അന്ത്യനാള് വിളിച്ചറിയിക്കുന്ന അടയാളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിക്ക് പോകാനാ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, വിവരം ഉണ്ടാവാൻ വേണ്ടി പഠിക്കുക. നിർബന്ധിതാവസ്ഥയിൽ പോയിക്കോട്ടെ. ജോലി എന്തായാലും പഠിച്ചില്ലേ ജോലിക്ക് പോയാൽ പറ്റും, അങ്ങനെ ശഠിക്കല്ല. ഭർത്താവ് ജോലിക്ക് പോകാൻ നിർബന്ധമാണ്. അവനെ കടന്നുറങ്ങി ജോലി ചെയ്യാതിരിക്കാൻ. അവൻ പട്ടിണിയിലാണ്, കുടുംബം. അള്ളാഹിനെടുത്തവൻ മസ്ഊലാണ്, അവൻ ചോദ്യം ചെയ്യപ്പെടും, അവന്റെ ബാധ്യതയാണ്. പെണ്ണിനോട് നീ നിന്റെ കുട്ടികളെ നോക്കിക്കോ, നീ നിന്റെ പുരം തർബീയത്ത് ചെയ്തോ അല്ലേ? സുബ്ഹാനല്ലാഹ്. അത് വേറെ ആർക്ക് വിട്ടേച്ചു കൊണ്ട് നിന്റെ മക്കളെ നീ വളർത്തുക. ജിഹാദിന്റെ കൂലിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞ ഈ വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലൗ കാനത് വറാഅകും ഉമ്മത്തും മിനൽ ഉമം. മറ്റൊരു ഹദീസ്, ലൗ കാനത് വറാഅകും ഉമ്മത്തും മിനൽ ഉമം. ഇത് അറബി മലയാളികളായ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഹദീസായിരിക്കും കേട്ടോ. അറബികൾക്ക് ഇച്ചിരി പ്രയാസം തോന്നുന്ന ഹദീസാണ്. ഗൾഫ് നാട്ടിലൊന്നും ഈ ഹദീസൊന്നും അവർ വല്ലാതെ ഓതി കേൾക്കാറില്ല. എന്തായി പറയണത്? ലൗ കാനത് വറാഅകും ഉമ്മത്തും മിനൽ ഉമം ലഖദംന നിസാഉകും നിസാഅഹും കമാ തഖദുമു നിസാഉഹും നിസാഅകും. അറബികളോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ അനറബികളായ പെണ്ണുങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ പുരയിലേക്ക് പണിയെടുക്കാൻ വരുന്നത് പോലെ നിങ്ങൾക്ക് പിറകെ ഇനിയും കാലം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് അനറബ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകേണ്ടി വരും. നിങ്ങളുടെ പെണ്ണുങ്ങൾ അവരുടെ പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യുന്ന അവസ്ഥ വരും. ഹൗസ് മെയ്ഡുകളായിട്ട് അറബികളായ പെണ്ണുങ്ങൾ അനറബികളുടെ നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരും. ഏതുപോലെ? അനറബികളായ പെണ്ണുങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഇന്ന് ഖിദ്മത്ത് ചെയ്യുന്ന പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ഈ ഓയിലും പെട്രോളൊക്കെ കണ്ടത് ഇപ്പോഴല്ലേ? ആ ഒരു എക്കണോമിക്, ആ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടായ അടുത്ത കാലത്ത്. അന്നും അറബികൾക്ക് ജാരിയ അമ, അവര് വേലക്കാരികളുമായി ഒരുപാട് വേലക്കാരികൾ അറബ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു കാലം വരും, നിങ്ങളിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് ജോലി തേടി മറ്റുള്ളവന്റെ നാട്ടിലേക്ക് കൊണ്ടുവരും. സൗദിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ വല്ല എന്റെ വരട്ടെ പകരം അവർക്ക് പകരം ഞാൻ കാണിച്ചു കൊടുക്കാൻ
നമ്മളെ കണ്ടാൽ തൂക്കേ എന്റെ നാട്ടുകാർ വരട്ടെ അവര് പഠിക്കുന്ന ഇങ്ങനെ അല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. എല്ലാ കാലത്തും എല്ലാ രാജ്യക്കാർക്കും ഒരുപോലെ ഒന്നും കൊടുക്കൂല. ഇത് രാജ്യങ്ങളിലേക്ക് അല്ലാഹു ഇങ്ങനെ കൊണ്ടുപോകുന്നു, എന്തും നിലനിൽക്കാൻ പോകുന്നില്ല. ഇതൊക്കെ സുബ്ഹാനല്ലാഹ്, ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഇസ്സത്തുണ്ടായതിന്റെ ശേഷം, അഭിമാനമുണ്ടായതിന്റെ ശേഷം നിന്ദ്യത ഈ സമൂഹത്തിലേക്ക് വരാനിരിക്കുന്നു എന്ന ഒരു ഗൗരവമായ മുന്നറിയിപ്പ്. നല്ല അന്തസ്സിലാണ് നമ്മളിപ്പോ. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയിലെ ഭരണാധികാരിയിൽ നിന്ന് സമ്മതം വാങ്ങി സിന്ധിലേക്ക്, അന്ന് ഇന്ത്യയുടെ ഭാഗമാണ് സിന്ധ് അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട് ബഅ്സുൻ ഇല സിന്ധി വൽ ഹിന്ദ്, ഇന്ത്യയിലേക്കും സിന്ധിലേക്കും ദീൻ പഠിപ്പിക്കാൻ പോകുന്ന സംഘം എന്റെ ഉമ്മത്തിൽ നിന്ന് വരാനുണ്ട്. അത് നടന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സിന്ധിലേക്ക് വന്ന ഖാസിം റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഖാസിം എന്നവർ അല്ലേ, സുബ്ഹാനല്ലാഹ്, ഇന്ത്യയിലേക്കും പാകിസ്ഥാനിന്റെ പ്രദേശത്തേക്കും ഇസ്ലാമിന്റെ ദഅവത്തുമായി സംഘങ്ങൾ പോകാനിരിക്കുകയാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് ദിനാർ വന്നില്ലേ, നമ്മുടെ തൊട്ടരികത്തല്ലേ, നമ്മുടെ തനുജരന്മാർ, ഇവരൊക്കെ വരാനുണ്ട് എന്റെ ഉമ്മത്തിൽ, അവർ പോകും, ഇന്ത്യയിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഹമ്മദ് ബിൻ ഖാസിം എന്നവർ സിന്ധിൽ നിന്ന് ദൗത്യം മതിയാക്കി ഖലീഫയുടെ അമീറിന്റെ അടുത്തേക്ക് കൂഫയിലേക്ക്, ഇറാഖിലേക്ക് തിരിച്ചു പോകുമ്പോ സിന്ധുകാരെ പറഞ്ഞത് എന്താ? പോകരുത്, നിങ്ങൾ പോകരുത്, നിങ്ങൾ പോകരുത്. മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ പോകല്ലേ, നിങ്ങൾ വിടൂല, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. ഒരു രാജ്യം അങ്ങ് മാറുകയാണ്, ഒരു സംസ്കാരം അങ്ങ് മാറുകയാണ്, അവിടെ വിജ്ഞാനത്തിന്റെ വെളിച്ചം പരക്കുകയാണ്, അവിടെ സാംസ്കാരിക ഔന്നത്യം കൈവരികയാണ്. അവർ നിങ്ങൾ പോകരുത്, ഇതിന്റെ കാരണക്കാർ നിങ്ങളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, എന്റെ അമീറിനെ തിരിച്ചു വിളിക്കുന്നു, എനിക്ക് പോയേ പറ്റൂ. എന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾ, സിന്ധിലെ മുസ്ലിമീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ ഖാസിം, നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കൊരു സ്മാരകം ഇവിടെ പണിതു വെക്കുകയാണ്. പോവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്മാരകം ഞങ്ങൾ പണിയട്ടെ എന്ന് അവിടുത്തെ അമുസ്ലിം സഹോദരന്മാർ മുഹമ്മദ് ബിൻ ഖാസിം തങ്ങളോട് പറഞ്ഞത് ചരിത്രമല്ലേ? പിന്നെ പറയാൻ തുടങ്ങിയത്, നിങ്ങളൊക്കെ അവിടുന്ന് പോയിക്കോളി അല്ലേ, നിങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇസ്സത്തിന്റെ ശേഷം ഒരു നിന്ദ്യതയിലേക്ക് സമൂഹം പോകുന്നുവോ എന്നാണ്. നിങ്ങൾ പോകല്ലിനെന്ന് പറഞ്ഞ സമൂഹം അത്തരം വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടായ അതേ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, എവിടേക്കെങ്കിലും പോയിക്കോളൂ, ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന് തന്റെ കൂടെ താമസിക്കുന്ന ആളുകൾ, അയൽവക്കക്കാർ, നാട്ടുകാർ മുസ്ലിമിനോട് പറയുന്നത് ഇസ്സത്തിന്റെ ശേഷം വരുന്ന ദുല്ലാണ്, അഭിമാനത്തിന് ശേഷം വരുന്ന നിന്ദ്യതയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുണ്ടാകുന്ന പറയുമായിരുന്നു, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ് ഔ അദല്ലഹു അല്ലാഹ്. നമ്മൾ ഇസ്ലാം കൊണ്ട് അഭിമാനം കിട്ടിയ ആൾക്കാരാ. നമ്മുടെ കലാവിരുത് കൊണ്ടോ നമ്മുടെ മറ്റു സാങ്കേതിക മികവ് അതൊന്നുമല്ല ഇസ്ലാമിന് നേട്ടം കിട്ടാൻ. മുസ്ലിമിന്റെ ഇസ്സത്ത് അല്ലാഹുമായുള്ളവരുടെ ബന്ധം കൊണ്ടാണ്. അത് നമ്മൾ വിട്ടാൽ അല്ലാഹു നമ്മെ നാണം കെടുത്തുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ പോകുന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ അല്ലേ, ഇന്നത്തെ ഫലസ്തീനിലെ ഈലിയായിലെ മസ്ജിദുൽ അഖ്സയുടെ പാട്രിയാർക്കീസ്, അവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരാ പറഞ്ഞു, ഉമർ തങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഖുദ്സിന്റെ ഭരണം നിങ്ങൾ ഏറ്റെടുത്തേക്കണം. തന്റെ മൗലയുടെ കൂടെ പോകുന്ന ഉമർ തങ്ങൾ, യാ അല്ലാഹ്, ഖുദ്സിന്റെ അരികത്തെത്തുമ്പോ തന്റെ കൂടെ വന്ന സഹയാത്രികനായ തന്റെ പരിചാരകൻ ഉമർ തങ്ങൾ പറഞ്ഞുണ്ട്, നമ്മൾ രണ്ടുപേരും ഗോ ഇൻ ടേൺസ് അല്ലെ, ഞാൻ കുറച്ചു നേരം ഒട്ടകപ്പുറത്ത്, അപ്പൊ നീ ഒട്ടകത്തിന്റെ കയറ് പിടിക്കണം, പിന്നെ നീ കയറി നിൽക്കണം, പിന്നെ ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിക്കും. വേലക്കാരൻ പറഞ്ഞു, അവരുടെ പരിചാരകൻ പറഞ്ഞു, മൗല പറഞ്ഞു, ഉമർ തങ്ങളെ അത് വെച്ചു, നിങ്ങൾ അമീറാണ്, 20ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങളുടെ നേതാവാണ് നിങ്ങൾ. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, അതിന്റെ നേതാവല്ലേ, ചീഫല്ലേ നിങ്ങൾ. ഞാൻ പോകുന്ന ഒട്ടകത്തിന്റെ കയറ് പിടിക്കുക, ഇത് പറ്റൂല. ഉമർ തങ്ങൾ പറഞ്ഞു, അതേ പറ്റൂ, ഞാൻ കുറച്ചേരം കയറും, നീയും മനുഷ്യനാ ഞാനും മനുഷ്യനാ, നിനക്ക് ക്ഷീണുണ്ട് എനിക്കും ക്ഷീണുണ്ട്, ഞാൻ കുറച്ചേരം കയറും, പിന്നെ നീ കയറ് പിടിക്കുക, പിന്നെ നീ കയറണം, ഞാൻ ഒട്ടകത്തിന്റെ
സുബ്ഹാനല്ലാഹ് കയറി പിടിച്ചോളാം. ആര് പറഞ്ഞു? ഉമറുൽ ഫാറൂഖ് ഖുദ്സിലേക്ക് അങ്ങോട്ട് വരുമ്പോ വേലക്കാരന്റെ പരിചാരകന്റെ ഊഴമായിരുന്നു. ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നത് ആരാ? ഉമർ തങ്ങളുടെ പരിചാരകൻ. ഉമർ തങ്ങൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചാ പോണത്. അവർക്ക് മനസ്സിലായില്ല ആരാണ് ഇപ്പൊ അമീർ. കണ്ടിട്ട് ഒട്ടകം പുറത്തിരിക്കുന്ന ആളെ കണ്ടിട്ട് അത്രയും തോന്നുന്നില്ലേ? കയറ് പിടിക്കാതെ കണ്ടിട്ട് അതും തോന്നുന്നില്ല. ആരാണാവോ ഈ ഉമർ? ലോകം ചക്രവർത്തിമാർ കിസ്റ കൈസറിന്റെ കൊട്ടാരങ്ങൾ വെട്ടി വിറക്കുന്ന ഈ ഉമർ ആരാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പിന്നെ മനസ്സിലാകുന്ന ഈ കയറ് പിടിച്ചു വരുന്ന ആളാണ്. അവിടെ പറഞ്ഞ വാക്കാണ്. ഒട്ടകത്തിന്റെ മുകളിൽ കയറിയത് കൊണ്ടോ ഇരുന്നത് കൊണ്ടോ അല്ല അല്ലാഹു നമുക്ക് ഇസ്സത്ത് തന്നത്. എങ്ങനെ? നഹ്നു ഖൗമൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ടാണ് നമുക്ക് അഭിമാനം ഉണ്ടായത്. അത് അല്ലാതെ ഒരു സംഗതിയല്ല. ഉമർ തങ്ങളുടെ ജീവിതം ഭയങ്കര അത്ഭുതമാണ്. ഒരു ഇസ്ലാമിന്റെ യുദ്ധം നടക്കുമ്പോ, ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. There was no any waging of war. നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം തുടങ്ങിയവരല്ല. അത് ചരിത്ര സത്യമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഭീഷണിയും മുസ്ലിമീങ്ങൾക്കെതിരെ ആക്രമണവും ഉണ്ടായപ്പോ പ്രതിരോധിക്കാൻ സമ്മതം നൽകിയത് വിശുദ്ധ ഖുർആൻ അല്ലേ? സൂറത്തുൽ അൻഫാലും തൗബയുടെയും ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് വെറുതെ പരിഭാഷ വായിച്ചിട്ട് വിളിച്ചു പറയാൻ ആൾക്കാർ ഇസ്ലാം കൊല്ലാൻ എന്ത് കൊല്ലാൻ പറയുന്നു? യുദ്ധകളത്തിൽ ഇറങ്ങിയാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. യുദ്ധം എങ്ങനെ, ആരോട്? മക്കം ഫതഹിന്റെ ചരിത്രവും ഹുദൈബിയയുടെ ചരിത്രവും പഠിക്കണം. അവിടെ ഇറങ്ങിയ ആയത്തുകളാണ്. വഖ്തുലൂഹും ഹൈസു തഖിഫ്തുമൂഹും. എവിടെ കണ്ടാലും വന്നോടത്ത് റോട്ട് കാണുന്നവരെ കൊല്ലണമെന്നാണ്. അതല്ല. ഖുർആന്റെ പരിഭാഷ വായിച്ച് പലരും അർത്ഥം മനസ്സിലാക്കാതെ പോകാറുണ്ട്. അതല്ല, അത് യുദ്ധക്കളത്തിൽ ചെയ്യേണ്ട മര്യാദ പറയാം. യുദ്ധക്കളത്തിൽ ഇറങ്ങിയവന് കൈവിട്ട് നോക്കി നിൽക്കുക അല്ല. നിങ്ങൾ അവരോട് നേരിടണം എന്ന്. നിങ്ങളെ പുറത്താക്കിയവരല്ലേ അവർ, നിങ്ങളുടെ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ അവിടെ വെച്ച് നേരിടാം. അവർ നിങ്ങളോട് ആക്രമിക്കാൻ വന്നവരാണ്. ഉമർ തങ്ങൾ യുദ്ധം നടക്കുമ്പോ സൈന്യം അന്തിയുറങ്ങുന്ന ടെന്റുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകും. രാവിലെ യുദ്ധം നടക്കാൻ പോവാ. ഒരുപക്ഷെ 100 കണക്കിന് കിലോമീറ്ററുകൾ നടന്നുകൊണ്ടോ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കോവർ കഴുതയുടെ പുറത്തോ ഒക്കെ കയറിയിട്ട് യാത്ര ചെയ്തു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ, ഉമർ തങ്ങളുടെ അസ്ഹാബ് നാളത്തെ യുദ്ധത്തിന് വേണ്ടി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ തങ്ങൾ ഉറങ്ങാതെ നടക്കും. പാതിരാ നേരത്ത് എന്താ നോക്കണത്? ഏതെങ്കിലും ഒരു ടെന്റിന്റെ ഉള്ളിൽ വെളിച്ചം കണ്ടാൽ അവിടെ നിൽക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഏതെങ്കിലും ഒരാൾ രാത്രി നേരത്ത് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടാൽ, ഹജ്ജ് നിസ്കാരം 5 നേരത്തെ ഫർളല്ല, പാതിരാത്രി അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം ഏതെങ്കിലും ഒരു ടെന്റിൽ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടാൽ അവിടെ പറയും മിൻ ഹുനായത്തിൽ ഫതഹ്. ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു നമുക്ക് വിജയം തരും, സമാധാനമായി എന്ന് പറഞ്ഞ് കുറച്ചു നേരം പോയി വിശ്രമിക്കും, ഉറങ്ങും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ ഇവർ ഉറങ്ങാതെ ക്ഷീണിക്കൂലേ? അതല്ല, അല്ലാഹുമായുള്ള ബന്ധം എന്താണ്? യുദ്ധം ചെയ്ത് മനുഷ്യരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അള്ളാന്റെ ദീനിനെ എതിർക്കാൻ വന്നപ്പോ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ത്യാഗമാണ്. അള്ളാഹുവിനോടുള്ള ബന്ധം എങ്ങനെ? ആരെങ്കിലും ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സമാധാനം, ഇൻഷാ അല്ലാഹ് ഈ യുദ്ധം വിജയമാണ്. എന്തേ? അള്ളാഹുമായുള്ള ബന്ധമുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കേണ്ട മതിയാക്കി പോകും, ഇനി എനിക്ക് പേടില്ല. ഇതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആയുധം കൊണ്ടല്ല, ആയുധം കൊണ്ട് വിജയിച്ചിട്ടില്ലല്ലോ. ഹുനൈൻ യുദ്ധം ഭയങ്കര സംഭവമല്ലേ? മക്ക ഫതഹിന്റെ ശേഷം നടന്ന യുദ്ധമാണ് മഅറകത്തു ഹുനൈൻ. ഇത് അഅജബതുകും കസറതുകും അല്ലേ? എണ്ണത്തിന് നമ്മൾ കുറച്ച് കൂടുതലുണ്ടല്ലോ എന്ന് സ്വഹാബത്തിന് അങ്ങ് ചെറുതായിട്ട് തോന്നിപ്പോയി. നമ്മൾ അംഗസംഖ്യ കൂടിയിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ അങ്ങനെയല്ല നോക്കുക. നമ്മളിപ്പോ പരിപാടി വിജയിച്ചോ ഇല്ലേ എന്നൊക്കെ എങ്ങനെ പറയാം? മുട്ടും തന്നെ ഒരു ദിവസം പരിപാടിക്ക് സാധാരണ വന്നു. എത്ര ആള് കൂടിയാൽ എന്താ? 10 ആള് കൂടിയാലും അത് വിജയിക്കും. എപ്പോ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ മനുഷ്യന്മാര് പറയില്ല എത്ര കസാരട്ട് കൊടുത്തുന്ന അങ്ങനെ അതല്ല വിജയം. അത് നമ്മൾ കണക്കാക്കിയ വിജയം. അള്ളാഹിന്റെ അടുത്ത് 2 ആളായാലും 10 ആളായാലും അവർക്ക് ഇഖ്ലാസ് ഉണ്ടോ, അവർക്ക് പറയുന്ന ഉപകാരപ്പെട്ടോ, പറയുന്ന ആൾക്ക് ഇഖ്ലാസ് ഉണ്ടോ, കേൾക്കുന്നവർക്ക് ഇഖ്ലാസ് ഉണ്ടോ, അത് വിജയിച്ചു അള്ളാഹിന്റെ കണക്കിൽ. അതാണ് നമ്മൾ എണ്ണയെ നോക്കുള്ളൂ. അതല്ല വിഷയം, എണ്ണത്തിലല്ല വിഷയം. നമ്മൾ തിരിച്ചറിയേണ്ട കാലമായിട്ടുണ്ട്. നിങ്ങളുടെ അംഗസംഖ്യ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിമാനം തോന്നിയല്ലേ? അള്ളാഹു ഹുനൈനിൽ വിറപ്പിച്ചു. മുസ്ലിം സൈന്യം
അടിപതറി ഓടുകയുണ്ടായ ഹുനൈനിൽ. സുബ്ഹാനല്ലാഹ്. എന്തേ? ഇതല്ല കാര്യമെന്ന് അല്ലാഹു പഠിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു. സുബ്ഹാനല്ലാഹ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ദിവസങ്ങളോളം നീണ്ടു നിന്ന ഖാദിസിയ യുദ്ധം നടക്കുമ്പോ അല്ലേ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റോമൻ സൈന്യവുമായി നടന്ന യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. റുസ്തും എന്ന് പറയുന്ന ഭരണാധികാരിയോട്, ചീഫിനോട് ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയപ്പെട്ടപ്പോ ഉമർ തങ്ങൾ സ്വഹാബത്തിനൊക്കെ വിളിച്ചുകൂട്ടി ഒരു അർജന്റ് മീറ്റിംഗ്, സീരിയസ് മീറ്റിംഗ്. എന്താ ഇന്ന് തോൽക്കാനുള്ള കാരണം എന്തേ? ചോദ്യം. വാളിന്റെ മൂർച്ചല്ലായിരുന്നു എന്നാണോ കാരണം പറഞ്ഞത്? അല്ല. നമ്മുടെ കുന്തങ്ങളൊന്നും തീരെ ഷാർപ്പല്ല എന്നാണോ? അതുമല്ല. സൈന്യം നമ്മളെ എണ്ണം കുറവാണ്, അതുമല്ല. എന്താ സ്വഹാബത്ത് പറഞ്ഞ കാരണം എന്നറിയോ? നസീന സുന്നത സിവാകി അൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മിസ്വാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ആ സുന്നത്ത് നമ്മൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറാഖിന്റെ കഷ്ണം കിട്ടിയിട്ടില്ല യുദ്ധത്തിനിറങ്ങിയ സ്വഹാബത്തിന്. ഇന്ന് മിസ്വാക്ക് ചെയ്യാതെ നമ്മൾ യുദ്ധത്തിനിറങ്ങിയത് സുന്നത്തില്ലേ? നമ്മൾ മിസ്വാക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു. ഉടനെ സഅദ് തങ്ങൾ പറഞ്ഞു, മിസ്വാക്ക് കൊണ്ടുവരട്ടെ. നാളെ യുദ്ധം നടക്കുന്ന മുമ്പ് രാത്രിക്ക് രാത്രി പോയി എവിടെന്നാ കിട്ടുക കൊണ്ടുവരൂ. മിസ്വാക്ക് സർവ്വ സൈന്യാധിപനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്ത അല്ലേ? പല്ല് തുടക്കുന്ന ആ സുന്നത്ത് യുദ്ധത്തിന് നിസ്കാരത്തിൽ നിൽക്കുമ്പോ സുന്നത്തല്ലേ മിസ്വാക്ക് ചെയ്യല്? യുദ്ധത്തിന്റെ സുന്നത്ത. നമ്മളത് ചെയ്തില്ലല്ലോ. ഇവിടെ അവിടെ പേർഷ്യയിലെത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താ ചെയ്തത്? യുദ്ധം വിജയിക്കാൻ നേരെ പോയി പാവപ്പെട്ട ഒരു സ്വഹാബിയുടെ അടുത്തേക്ക്. ആരാണത്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വളരെ പാവപ്പെട്ട സ്വഹാബിയാണ്. അവരോട് പറഞ്ഞു, യാ ബറാഅേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തദ്കുറുൽ ഹദീസ്, നിങ്ങൾക്ക് ഹദീസ് ഓർമ്മയുണ്ടോ? നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? رب أشعث أغبر مدفوع بالأبواب لو أقسم على الله لأبره ومنهم براء بن مالك. أشرف الخلق صلى الله عليه وسلم പറഞ്ഞു, എത്രയോ മുടി ചട്ട പിടിച്ച് നടക്കുന്ന ആളുകൾ, മുടി വെട്ടിയിട്ടില്ല കുറെ കാലമായിട്ട്, അഗ്ബറ മുടി പുരണ്ട് കിടക്കുന്ന മുടിയുള്ളവർ, ശരീരമാസകലം പൊടിയ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ഏതെങ്കിലും വാതിൽക്കൽ ചെന്ന് മുട്ടിയാൽ തൊടല്ല എന്ന് പറഞ്ഞവൻ അട്ടിയോടിക്കപ്പെടും. അങ്ങനെ കണ്ടാൽ 5 പൈസയ്ക്ക് വില കൊടുക്കാനില്ലാത്ത പാവപ്പെട്ട എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരിലും കാണും. ചില ആൾക്കാർ, എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ചില ആളുകൾ അല്ലാഹുവിന്റെ ആൾക്കാരുണ്ടാവും. ഇതില് ومنهم براء بن مالك لو أقسم على الله لأبره. ഇവരെങ്ങാനും അല്ലാഹുവിൽ സത്യം ചെയ്ത്, യാ അല്ലാഹ് ഇന്ന് വിജയിക്കണം, അഖ്സംതു ബിക, നിന്നെ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു പടച്ചവനെ, ഇന്ന് ഞങ്ങൾക്ക് വിജയം വേണം, എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞാൽ ഈ മുടി ജട പിടിച്ച പൊടി പുരണ്ട ആളുകൾ അവരുടെ ദുആഇനെ അല്ലാഹു തട്ടുകയില്ലെന്ന് പറ. നിങ്ങളെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. അതുകൊണ്ട് ബറാ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരണം. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് സമയം പറഞ്ഞു കൊടുത്തു. എപ്പം വിജയം വേണം? സഅദ് തങ്ങളായി പറയുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവരെന്നെ ദുആഇന് ഇജാബത്തുള്ള സ്വഹാബിയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ, കിസ്റായുടെ കൊട്ടാരം, ആ അസ്തമയം സൂര്യൻ അസ്തമിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക പറക്കണം. അതുകൊണ്ട് പറ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, വിജയം വേണം, ദുആ ചെയ്യും, അല്ലാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും അവരോടൊക്കെ ദുആരപ്പിക്കുന്നതിന്റെ മഹത്വം ഇതാ. സ്വഹാബത്താണ് ഈ ചെയ്യുന്നത്. എന്തേ? നാളെ വിജയം വേണം. സംഭവിച്ച അങ്ങനല്ലേ സംഭവിച്ചത്. ആയുധബലം കൊണ്ടോ ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ ബലം. അത് ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനാണ്. അത് അല്ലാഹു നമുക്ക് എമ്പാടും നൽകുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.